ഹലോ എവരി വൺ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് PSC ബുള്ളറ്റിനിൽ റീസെൻ്റ് ആയിട്ട് വന്ന കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. ഈ കഴിഞ്ഞ നവംബർ 26 നമ്മൾ ഭരണഘടനാ ദിനമായി ആചരിച്ചിരുന്നു. നമുക്കറിയാം എന്താണ്, ലോകത്തിൽ തന്നെ എഴുതപ്പെട്ട ഏറ്റവും വലിയ ഭരണഘടനയാണ് നമ്മുടേത്. അപ്പോൾ ആ ഭരണഘടനയ്ക്ക് ഭരണഘടനാ അസംബ്ലി 1949 നവംബർ 26 അംഗീകാരം നൽകിയതിൻ്റെ സ്മരണയ്ക്കായിട്ടാണ് എല്ലാ വർഷവും നവംബർ 26 നമ്മൾ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇനി രണ്ട് കാര്യങ്ങളും കൂടി നമുക്ക് അറിയാവുന്നതാണ്. എന്താണ്? 1950 ജനുവരി 24 ഭരണഘടനയിൽ ഒപ്പുവയ്ക്കുകയും അതേ വർഷം തന്നെ ജനുവരി 26 ഭരണഘടന നിലവിൽ വരികയും ചെയ്തു. ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ 2024 എന്താണ്, 75ാം ഭരണഘടനാ ദിനമായിട്ടാണ് ആചരിച്ചത്. അപ്പോൾ അത് ഓർത്തിരിക്കുക. ഇനി നമുക്ക് അടുത്ത അവാർഡ്സിലേക്ക് പോകാം. അവാർഡ്സിൽ ആദ്യം വരുന്നത് നമുക്കറിയാം, ഇതാരാണ്? നമുക്ക് എല്ലാവർക്കും സുപരിചിതയായ ആര്യ രാജേന്ദ്രനാണ്. ആര്യ രാജേന്ദ്രൻ നമുക്കറിയാവുന്ന പോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറാണ്. അപ്പോൾ നമ്മുടെ ന്യൂസ് വരുന്ന എന്താണെന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷന് UN ഷാങ്ഹായ് പുരസ്കാരം, UN ഷാങ്ഹായ് ഗ്ലോബൽ പുരസ്കാരം ലഭിച്ചതാണ് ന്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ UN ഷാങ്ഹായ് ഗ്ലോബൽ പുരസ്കാരം എന്ന് പറയുന്നത് സുസ്ഥിര വികസനത്തിനായിട്ട് നൽകി വരുന്ന ഒരു ആഗോള പുരസ്കാരമാണ്. അപ്പോൾ അത് ഈ വർഷം ലഭിച്ചത് ആർക്കാണ്? തിരുവനന്തപുരം കോർപ്പറേഷനാണ് ഈ വർഷം ഈ അവാർഡ് ലഭിച്ചത്. അപ്പോൾ വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ഇന്ത്യയിൽ നിന്ന് തന്നെ ഈ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ നഗരം കൂടെയാണ് നമ്മുടെ തിരുവനന്തപുരം എന്ന് പറയുന്നത്. അപ്പോൾ UN ഷാങ്ഹായ് ഗ്ലോബൽ പുരസ്കാരം ലഭിച്ച നഗരം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ തിരുവനന്തപുരമാണ്. ഇന്ത്യയിൽ നിന്ന് തന്നെ ഏറ്റവും ആദ്യമായി ഈ പുരസ്കാരം ലഭിക്കുന്ന ഒരു നഗരവും കൂടെയാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പഠിച്ചത്. ഒന്ന് ഭരണഘടനാ ദിനത്തിൻ്റെ കാര്യങ്ങളും, പിന്നെ ഇപ്പോൾ പഠിച്ചത് എന്താ, UN ഷാങ്ഹായ് ഗ്ലോബൽ പുരസ്കാരം. ഇത് സുസ്ഥിര വികസനത്തിനായിട്ട് നൽകി വരുന്ന ഒരു പുരസ്കാരമാണ്. അപ്പോൾ ഇത് ലഭിച്ച ഇന്ത്യയിലെ ആദ്യ നഗരം തിരുവനന്തപുരം. അടുത്തതെന്ന് പറയുന്നത് ആദ്യ ഭരണഘടനാ സാക്ഷരതാ ക്യാമ്പസ്. ആദ്യ ഭരണഘടനാ സാക്ഷരതാ ക്യാമ്പസ് ആയിട്ട് പ്രഖ്യാപിച്ചത് ഏത് ക്യാമ്പസിനെയാണെന്നാണ് അടുത്തത്. ഏത് ക്യാമ്പസ് ആണെന്ന് നോക്കാം. മാധവകവി ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. മാധവകവി ആർട്സ് ആൻഡ് സയൻസ് കോളേജിനെയാണ് ആദ്യ ഭരണഘടനാ സാക്ഷരതാ ക്യാമ്പസ് പ്രഖ്യാപിച്ചത്. മാധവകവി സ്മാരക ആർട്സ് ആൻഡ് സയൻസ് കോളേജിനെ. അപ്പോൾ ആദ്യ ഭരണഘടനാ സാക്ഷരതാ ക്യാമ്പസ് ആയിട്ട് പ്രഖ്യാപിച്ചത് ഏത് ക്യാമ്പസിനെയാണെന്ന് ചോദിക്കുന്നതാണ്. ഇനി അടുത്ത നോക്കാം, കേളപ്പജി പുരസ്കാരം. കേളപ്പജി പുരസ്കാരം എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? കേളപ്പജി പുരസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുരുവായൂർ ക്ഷേത്ര പ്രവേശനത്തിന്റെ സ്മാരകമായിട്ട് കൊടുത്തു വരുന്ന ഒരു അവാർഡാണ് കേളപ്പജി അവാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഗുരുവായൂർ ക്ഷേത്രപ്രവേശന സ്മാരക സമിതിയുടെ അവാർഡാണ് ഏത്? കേളപ്പജി അവാർഡ് എന്ന് പറയുന്നത്. കേളപ്പജി അവാർഡ് ലഭിച്ചത് PV ചന്ദ്രനാണ്. ആർക്കാണ്? PV ചന്ദ്രൻ. ആരാണിത്? മാതൃഭൂമി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ PV ചന്ദ്രൻ. മാതൃഭൂമി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമാണ് ഈ PV ചന്ദ്രൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വർഷത്തെ 2023 പ്രഖ്യാപിച്ചത്. 2023 കേളപ്പജി പുരസ്കാരത്തിന് അർഹനായത് PV ചന്ദ്രൻ എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ സമ്മാന തുക ചോദിക്കുന്നുണ്ട്. എത്രയാണ്? 11,111 രൂപയും ഫലകവും അടങ്ങുന്നതായിരുന്നു പുരസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ, മാധവകവി ആർട്സ് ആൻഡ് സയൻസ് കോളേജാണ് ആദ്യ ഭരണഘടനാ സാക്ഷരതാ ക്യാമ്പസ് ആയിട്ട് പ്രഖ്യാപിച്ചത്. 2, കേളപ്പജി പുരസ്കാരത്തിന് അർഹനായത് PV ചന്ദ്രൻ. ഇനി ലളിതാംബിക അന്തർജന സാഹിത്യ പുരസ്കാരം. ലളിതാംബിക അന്തർജന സാഹിത്യ പുരസ്കാരം ആർക്കാണ്? ഏത് കൃതിക്കാണ് ലഭിച്ചത്? ലളിതാംബിക അന്തർജന സാഹിത്യ പുരസ്കാരം ലഭിച്ച നോവൽ എന്ന് പറയുന്നത് ദയാവധമാണ്. ദയാവധം എഴുതിയിരിക്കുന്നത് സന്ധ്യ ജയേഷ് പുളിമാത്ത്. സന്ധ്യ ജയേഷ് പുളിമാത്താണ് എഴുതിയത്. ലളിതാംബിക അന്തർജന സാഹിത്യ അവാർഡ് ലഭിച്ചത് എന്തിനാണ്? ദയാവധം എന്ന നോവലിന് എഴുതിയത് സന്ധ്യ ജയേഷ് പുളിമാത്ത്. ഇനി അടുത്തത് നോക്കാം, വയലാർ സാംസ്കാരിക വേദിയുടെ ഈ വർഷത്തെ സാഹിത്യ പുരസ്കാരം. ഇത് വയലാർ അവാർഡല്ല, ഇത് വയലാർ സാംസ്കാരിക വേദിയുടെ സാഹിത്യ പുരസ്കാരമാണ്. വയലാർ അവാർഡുമായിട്ട് കൺഫ്യൂസ് ചെയ്യാതിരിക്കുക.
കൺഫ്യൂസ്ഡ് ആകാതിരിക്കുക. അപ്പോൾ ഇത് കിട്ടിയിരിക്കുന്നത് ഡോക്ടർ ജോർജ് ഓണക്കൂറിനാണ് ഈ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. വയലാർ സാംസ്കാരിക വേദിയുടെ ഈ വർഷത്തെ സാഹിത്യ പുരസ്കാരം. വയലാർ സാംസ്കാരിക വേദിയുടെ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ ജോർജ് ഓണക്കൂറിനാണ് ലഭിച്ചത്. ഇനി അതിസമ്പന്നരുടെ പട്ടികയെ പറ്റിയാണ് അടുത്തതായിട്ട് പറയുന്നത്. ബ്ലൂംബർഗ് പ്രസിദ്ധീകരിച്ച കണക്ക് പ്രകാരം ലോകത്തെ അതിസമ്പന്നരുടെ പട്ടികയിൽ ഒന്നാമത് വന്നത് നമ്മുടെ ഇലോൺ മസ്ക് ആണ്. അതേസമയം 14ാമത് വന്ന മുകേഷ് അംബാനിയാണ് ഇന്ത്യയിൽ നിന്നുള്ള അതിസമ്പന്നൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഇലോൺ മസ്ക് സ്പേസ് എക്സിൻ്റെയും ടെസ്ല എക്സിൻ്റെയൊക്കെ മേധാവിയായ ഇലോൺ മസ്ക് ആണ് പട്ടികയിൽ 1ാം സ്ഥാനത്ത് വന്നത്. അതേപോലെ 14ാം സ്ഥാനത്ത് വന്നത് മുകേഷ് അംബാനിയാണ്. അപ്പോൾ മുകേഷ് അംബാനിയാണ് ഇന്ത്യയിലെ അതിസമ്പന്നൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത നോക്കാം. നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ മികച്ച ബാങ്കായിട്ട് ഗ്ലോബൽ ഫൈനാൻസ് മാഗസിൻ പ്രഖ്യാപിച്ചു എന്ന് പറയുന്നതാണ് അടുത്തത്. ഈ വർഷത്തെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബാങ്കായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യനെ, SBIനെ. അത്രയും കാര്യങ്ങൾ ഓർക്കാം. ഇനി അടുത്തത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള അവാർഡ് പ്രഖ്യാപിച്ചിരുന്നു. ഏതാണ്? മികച്ച പഞ്ചായത്ത്, മികച്ച നഗരസഭ, കോർപ്പറേഷൻ, അങ്ങനെ. അപ്പോൾ നമുക്ക് ഈ വർഷത്തെ മികച്ച പുരസ്കാരങ്ങൾ ആർക്കൊക്കെയാണ് ലഭിച്ചതെന്ന് നോക്കാം. ഏതൊക്കെ പഞ്ചായത്താണ് എന്നൊക്കെ നോക്കാം. മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള പുരസ്കാരം കിട്ടിയത് മലപ്പുറം. മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം. മികച്ച നഗരസഭ കൊയിലാണ്ടി. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് കല്യാശ്ശേരി വൈക്കം. മികച്ച പഞ്ചായത്ത് പീലിക്കോട് കതിരൂർ. അപ്പോൾ ഒന്നും കൂടെ നോക്കാം. മികച്ച ജില്ലാ പഞ്ചായത്ത് എന്ന് പറയുന്നത് മലപ്പുറമാണ്. മികച്ച കോർപ്പറേഷൻ ഏതാണ്? തിരുവനന്തപുരം. മികച്ച നഗരസഭയോ? കൊയിലാണ്ടി. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറയുന്നത് കല്യാശ്ശേരിയും വൈക്കവുമാണ്. മികച്ച പഞ്ചായത്തായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് പീലിക്കോടും കതിരൂരുമാണ്. ഓർക്ക, ജില്ലാ പഞ്ചായത്ത്, മികച്ച ജില്ലാ പഞ്ചായത്ത് മലപ്പുറം, മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം, മികച്ച നഗരസഭ കൊയിലാണ്ടി, മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് കല്യാശ്ശേരിയും വൈക്കവും, 5 മികച്ച പഞ്ചായത്ത് പീലിക്കോടും കതിരൂരും. ഇത്രയും കാര്യങ്ങൾ മറക്കാതെ പഠിക്കുക. എന്തായാലും വരും എക്സാമുകളിൽ ഇത് ചോദിക്കും. ഇനി അടുത്തത് ബെസ്റ്റ് റൂറൽ ടൂറിസം വില്ലേജ് പുരസ്കാരങ്ങളാണ്. ബെസ്റ്റ് റൂറൽ ടൂറിസം വില്ലേജ്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്ന് 2 പഞ്ചായത്തുകൾക്കാണ് ഈ ബെസ്റ്റ് റൂറൽ ടൂറിസം വില്ലേജ് പുരസ്കാരങ്ങൾ ലഭിച്ചത്. ഏതൊക്കെയാണെന്ന് നോക്കാം. കടലുണ്ടി, കുമരകം. ഏതൊക്കെയാണ്? കടലുണ്ടി, കുമരകം. കടലുണ്ടിയും കുമരകവുമാണ് 2 പഞ്ചായത്തുകൾ. കേരളത്തിലെ മികച്ച റൂറൽ ടൂറിസം വില്ലേജ് പുരസ്കാരത്തിന് അർഹമായ 2 പഞ്ചായത്തുകൾ കടലുണ്ടി, കുമരകം. ഇനി അടുത്തത് വരുന്നത് ജോസഫ് മുണ്ടശ്ശേരി ഫൗണ്ടേഷന്റെ അവാർഡാണ്. ജോസഫ് മുണ്ടശ്ശേരി ഫൗണ്ടേഷന്റെ അവാർഡ് ലഭിച്ചത് പണ്ഡിതനും ഭാഷാ ഗവേഷകനുമായ വട്ടപ്പറമ്പിൽ പീതാംബരൻ. അപ്പോൾ ജോസഫ് മുണ്ടശ്ശേരി ഫൗണ്ടേഷന്റെ 2023 അവാർഡ് ലഭിച്ചത് വട്ടപ്പറമ്പിൽ പീതാംബരൻ. ഓർത്തിരിക്കുക, വട്ടപ്പറമ്പിൽ പീതാംബരൻ. ഇനി അടുത്തത് ഏതാ നോക്കാം. നമുക്ക് NV സാഹിത്യ പുരസ്കാരമാണ് അടുത്തത് വരുന്നത്. NV സാഹിത്യ പുരസ്കാരം. NV സാഹിത്യ പുരസ്കാരം എന്ന് പറയുന്നത് NV കൃഷ്ണവാര്യരുടെ സ്മരണാർത്ഥം നൽകപ്പെടുന്ന ഒരു അവാർഡാണ് NV പുരസ്കാരം എന്ന് പറയുന്നത്. NV സാഹിത്യ പുരസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഈ കൊല്ലം ലഭിച്ചത് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായിക്കാണ്. അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി. അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായിക്കാണ് അപ്പോൾ ഈ അവാർഡ് ലഭിച്ചത്. ഏത് കൃതിക്കാണെന്ന് നോക്കാം. ചരിത്രം വെളിച്ചത്തിലേക്ക് ശ്രീചിത്രഗാഥ. ചരിത്രം വെളിച്ചത്തിലേക്ക് ശ്രീചിത്രഗാഥ എന്ന കൃതിക്കാണ് നമ്മുടെ ഗൗരി ലക്ഷ്മിബായിക്ക് NV സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ ഈ ചരിത്രം വെളിച്ചത്തിലേക്ക് ശ്രീചിത്രഗാഥ എന്ന് പറയുന്ന ഈ കൃതി എന്താണ്? നമ്മുടെ തിരുവിതാംകൂർ രാജവംശത്തിലെ അറിയപ്പെടാത്ത വസ്തുതകളിലേക്ക് വെളിച്ചം വീശുന്നതാണ് ഈ കൃതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏതാണ്? ചരിത്രം വെളിച്ചത്തിലേക്ക് ശ്രീചിത്രഗാഥ. ചരിത്രം വെളിച്ചത്തിലേക്ക് ശ്രീചിത്രഗാഥ എന്ന് പറയുന്നത് തിരുവിതാംകൂർ രാജവംശത്തിലെ അറിയപ്പെടാത്ത ചരിത്ര വസ്തുതകളിലേക്ക് വെളിച്ചം വീശുന്നതാണ് ഈ കൃതി. അപ്പോൾ 2023 NV സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ഗൗരി ലക്ഷ്മിബായി. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. അടുത്തത് ചെറുകാട് അവാർഡാണ്. ചെറുകാട് അവാർഡാണ് അടുത്തത് വരുന്നത്. എന്താണ്? ചെറുകാട് അവാർഡ്. നമുക്കറിയാം ചെറുകാട് ഗോവിന്ദ പിഷാരടിയുടെ സ്മരണാർത്ഥം നൽകപ്പെടുന്ന അവാർഡാണ് ഈ ചെറുകാട് അവാർഡ് എന്ന് പറയുന്നത്. ചെറുകാട് അവാർഡ് ലഭിച്ചത് ആരുടെ ആത്മകഥയ്ക്കാണ്? ഇന്ദ്രൻസിന്റെ ആത്മകഥയായ ഇന്ദ്രധനുസിനാണ് ചെറുകാടിന്റെ
ചെറുകാട് ട്രസ്റ്റ് ഏർപ്പെടുത്തി ചെറുകാട് അവാർഡ് ലഭിച്ചത്. അപ്പോൾ സമ്മാന തുക എന്ന് പറയുന്നത് 50,000 രൂപയും ഫലകവും അടങ്ങുന്നതാണ്. 50,000 രൂപയും ഫലകവും അടങ്ങുന്നതായിരുന്നു പുരസ്കാരം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഒന്നും കൂടെ നമുക്കൊന്ന് റിവൈസ് ചെയ്തു പോകാം. ബെസ്റ്റ് റൂറൽ ടൂറിസം വില്ലേജ് പുരസ്കാരങ്ങൾക്ക് അർഹമായ 2 പഞ്ചായത്തുകൾ കടലുണ്ടി, കുമരകം. 2 പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി ഫൗണ്ടേഷന്റെ അവാർഡ് ലഭിച്ചത് വട്ടപ്പറമ്പിൽ പീതാംബരൻ. NV സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ഗൗരി ലക്ഷ്മിബായ്. കൃതി ഏതാണ്? ചരിത്രം വെളിച്ചത്തിലേക്ക്, ശ്രീ ചിത്രഗാഥ. ലാസ്റ്റ് ചെറുകാട് അവാർഡ് ലഭിച്ചത് ഇന്ദ്രൻസിന്റെ ആത്മകഥയായ ഇന്ദ്രധനുസിനുമാണ്. ഇനി അടുത്തത് ജലസംരക്ഷണം, അതാണ് പറയുന്നത്. ജലസംരക്ഷണത്തിൽ മികച്ച പഞ്ചായത്തായിട്ട് തിരഞ്ഞെടുത്തത് ഏതാണെന്നാണ് അടുത്തത്. മികച്ച പഞ്ചായത്തായിട്ട് തിരഞ്ഞെടുത്തത് തിരുവനന്തപുരം ജില്ലയിലെ പുല്ലമ്പാറ എന്ന് പറയുന്ന ഒരു പഞ്ചായത്താണ്. തിരുവനന്തപുരം ജില്ലയിലെ പുല്ലമ്പാറ എന്ന് പറയുന്ന പഞ്ചായത്തിനെയാണ് ജലസംരക്ഷണത്തിൽ രാജ്യത്തെ മികച്ച പഞ്ചായത്ത്, രാജ്യത്തെയാണെന്ന് ഓർക്കണം, രാജ്യത്തെ മികച്ച പഞ്ചായത്ത് ഏതാണ്? ജലസംരക്ഷണത്തിൽ രാജ്യത്തെ മികച്ച പഞ്ചായത്തായിട്ട് തിരഞ്ഞെടുത്തത് തിരുവനന്തപുരം ജില്ലയിലെ പുല്ലമ്പാറ എന്ന് പറയുന്ന പഞ്ചായത്തിനെയാണെന്ന് ഓർക്കുക. ഇനി അടുത്ത കാര്യം, നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി അന്താരാഷ്ട്ര നിലവാരമുള്ള സർവകലാശാലകളുടെ കൂട്ടത്തിൽ ഇടം പിടിച്ചു എന്നുള്ളതാണ് അടുത്തത് പറയുന്നത്. നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി എന്താണ്? അന്താരാഷ്ട്ര നിലവാരമുള്ള കോളേജുകളുടെ പട്ടികയിൽ ഇടം പിടിച്ചു എന്നുള്ളതാണ്. ഇനി അടുത്തത് PG പുരസ്കാരം. എന്താണ്? PG പുരസ്കാരം. PG പുരസ്കാരം എന്ന് പറഞ്ഞാൽ PG ഗോവിന്ദപിള്ളയുടെ സ്മരണാർത്ഥം നൽകപ്പെടുന്ന അവാർഡാണ്. ഫിലോസഫറും റൈറ്ററുമായ PG പിള്ളയുടെ സ്മരണാർത്ഥം കൊടുക്കുന്നതാണ് ഈ PG അവാർഡ് എന്ന് പറയുന്നത്. ഇത് ആര് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ PG സംസ്കൃതി കേന്ദ്ര നൽകപ്പെടുന്ന അവാർഡാണ്. P ഗോവിന്ദപിള്ളയുടെ സ്മരണാർത്ഥം PG സംസ്കൃതി കേന്ദ്ര നൽകപ്പെടുന്ന ഒരു അവാർഡാണ് ഏത്? PG അവാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ലഭിച്ചത് ആർക്കാണ്? പ്രൊഫസർ റോമില താപ്പർ. പ്രൊഫസർ റോമില താപ്പറിനാണ് ലഭിച്ചത്. ഓക്കെ, അപ്പോൾ ജലസംരക്ഷണത്തിൽ മികച്ച പഞ്ചായത്തായിട്ട് തിരഞ്ഞെടുത്തത് തിരുവനന്തപുരം ജില്ലയിലെ പഞ്ചായത്തായ പുല്ലമ്പാറ. അടുത്തത് നമ്മൾ പറഞ്ഞു കേരള സർവകലാശാല അന്താരാഷ്ട്ര നിലവാരമുള്ള കോളേജുകളുടെ പട്ടികയിൽ ഇടം പിടിച്ചു. 3 PG പുരസ്കാരത്തിന് അർഹയായത് റോമില താപ്പർ, പ്രൊഫസർ റോമില താപ്പർ. ഇനി അടുത്തത് നമ്മുടെ ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡാണ്. ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ്. ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായത് അബ്ദുള്ള അബൂബക്കറാണ്. അബ്ദുള്ള അബൂബക്കർ, ട്രിപ്പിൾ ജമ്പ് താരമായ ഒളിമ്പ്യൻ അബ്ദുള്ള അബൂബക്കറാണ് ഈ വർഷത്തെ ജിമ്മി ജോർജ് പുരസ്കാരം. ഒരു കാര്യം കൂടെ ഓർക്കുക, 36ാമത് ജിമ്മി ജോർജ് പുരസ്കാരമാണ്. 36ാമത് ജിമ്മി ജോർജ് പുരസ്കാരമാണ് അബ്ദുള്ള അബൂബക്കറിന് കിട്ടിയത്. ട്രിപ്പിൾ ജമ്പ് താരമാണ് എന്ന് ഓർക്കുക. അപ്പോൾ ഒരു ചോദ്യം കൂടെ വരും, സമ്മാനത്തുക എന്ന് പറയുന്നത് 1 ലക്ഷവും ഫലകവും അടങ്ങുന്നതായിരുന്നു സമ്മാനത്തുക. 1 ലക്ഷവും ഫലകവും അടങ്ങുന്നതായിരുന്നു സമ്മാനത്തുക. അപ്പം അറിയുക, ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായത് അബ്ദുള്ള അബൂബക്കർ. 36ാമത് ജിമ്മി ജോർജ് പുരസ്കാരമാണ് കൊടുത്തതെന്നറിയുക. 3 ട്രിപ്പിൾ ജമ്പ് താരമാണെന്നും കൂടി അറിഞ്ഞിരിക്കുക. ഇനി എന്തിനാ കൊടുക്കുന്നതെന്ന് അറിയാലോ? മികച്ച കായിക താരത്തിനുള്ള അവാർഡാണ് കേട്ടോ ജിമ്മി ജോർജ് അവാർഡ്. അതിനി വിട്ടുപോകാതെ നോക്കാം. അടുത്തത് നോക്കാം, ദത്തോപാന്ത് ഠേങ്ടി അവാർഡ്. സാമൂഹിക പ്രവർത്തന മികവിനുള്ള ദത്തോപാന്ത് ഠേങ്ടി പുരസ്കാരം ആർക്കൊക്കെയാണ് ലഭിച്ചതെന്ന് നോക്കാം. ദത്തോപാന്ത് ഠേങ്ടി അവാർഡ്, ഈ അവാർഡിന് MSF നാഷണൽ അവാർഡ് എന്നും പറയാറുണ്ട്. MSF എന്ന് പറഞ്ഞാൽ മംഗളം സ്വാമിനാഥൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. മംഗളം സ്വാമിനാഥൻ ഫൗണ്ടേഷൻ, മംഗളം സ്വാമിനാഥ് ഫൗണ്ടേഷൻ നാഷണൽ എക്സലൻസ് അവാർഡ് എന്നാണ് ദത്തോപാന്ത് ഠേങ്ടി അവാർഡ് അങ്ങനെയും അറിയപ്പെടും. അപ്പോൾ ഈ പുരസ്കാരം ലഭിച്ചത് എന്തിനാണ്? സാമൂഹിക പ്രവർത്തന മികവിന് വേണ്ടിയിട്ടാണ് ഈ പുരസ്കാരം സമ്മാനിച്ചത്. കിട്ടിയത് മേനകാ ഗാന്ധിക്കും കർദിനാൾ ബസേലിയോസ് ക്ലീംസിനുമാണ് ലഭിച്ചത്. മേനകാ ഗാന്ധിക്കും കർദിനാൾ ബസേലിയോസ് ക്ലീംസിനുമാണ് എന്ത് ലഭിച്ചത്? ദത്തോപാന്ത് ഠേങ്ടി പുരസ്കാരം അഥവാ MSF മംഗളം സ്വാമിനാഥൻ ഫൗണ്ടേഷൻ നാഷണൽ എക്സലൻസ് അവാർഡ് ലഭിച്ചത്. ഇനി നമുക്കറിയാം ഈ ഡിസംബർ 28-ന് പ്രിലിംസ് നടക്കുന്നുണ്ട്, 10th പ്രിലിംസ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം എത്രയും വേഗം തന്നെ 10th മെയിൻസിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ എന്തായാലും താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് എത്രയും വേഗം സീറ്റ് ഉറപ്പിക്കുക. ഇനി നമുക്ക് അടുത്തത് നോബൽ പ്രൈസിലേക്ക് പോകാം.
നൊബേൽ പ്രൈസ് സാമ്പത്തിക നൊബേൽ സമ്മാനം ആദ്യം നമുക്ക് പഠിക്കാം. ആർക്കൊക്കെയാണ് കിട്ടിയതെന്ന് നോക്കാം. സാമ്പത്തിക നൊബേൽ ആർക്കൊക്കെയാണ്? ഡാരോൺ അസമൊഗല്ലു, സൈമൺ ജോൺസൺ, ജെയിംസ് എ റോബിൻസൺ. ആർക്കൊക്കെയാണ്? ഡാരോൺ അസമൊഗല്ലു, സൈമൺ ജോൺസൺ, ജെയിംസ് എ റോബിൻസൺ. ഇവർക്ക് 3 പേർക്കുമാണ് ഈ സാമ്പത്തിക നൊബേൽ ലഭിച്ചത്. അത് പഠിക്കാനായിട്ട് ഒരു കോഡുണ്ട്. നമുക്കിപ്പോൾ ഇങ്ങനെ പറയാം. റോബിൻ ഹുഡ്, സൈമൺ, ഡാരോണിന്റെ സമ്പത്ത് മോഷ്ടിച്ചു എന്ന് പറയാം. റോബിൻ ഹുഡ് സൈമൺ ഡാരോണിന്റെ സമ്പത്ത് മോഷ്ടിച്ചു. റോബിൻ ഹുഡ് സൈമൺ ഡാരോണിന്റെ സമ്പത്ത് മോഷ്ടിച്ചു. നമുക്ക് അതിൽ നിന്ന് ഈ റോബിൻ ഹുഡിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ജെയിംസ് റോബിൻസൺ എന്നുള്ളത് കിട്ടും. അടുത്തത് സൈമണിൽ നിന്ന് നമുക്കറിയാം സൈമൺ ജോൺസൺ കിട്ടും. പിന്നെ ഡാരോണിന്റെ ആരാണ്? ഡാരോൺ അസമൊഗല്ലു. സാമ്പത്തിക നൊബേൽ സമ്മാനമായിരുന്നല്ലോ, അങ്ങനെ അത് 3 നമുക്ക് കിട്ടും. ഇനി അടുത്തതെന്ന് പറയുന്നത് ബാക്കി എല്ലാ ഫീൽഡിലെയും നൊബേൽ പ്രൈസ് ആണ്. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ അർച്ചന മിസ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ എല്ലാ വീഡിയോസും കറണ്ട് അഫയേഴ്സിൻ്റെയും നോബൽ പ്രൈസിൻ്റെയും വീഡിയോസ് ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കാണാൻ നോക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് പഠിക്കാം. നമ്മളൊരു പുതിയ ഗ്രഹം കണ്ടുപിടിച്ചു. അത് ഏതാണെന്ന് നോക്കാം. TOI 6651b. TOI 6651b എന്ന് പറയുന്ന പുതിയൊരു ഗ്രഹം കണ്ടുപിടിച്ചു. ഇതിൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഭൂമിയേക്കാൾ 5 ഇരട്ടി വലുപ്പവും 60 ഇരട്ടി ഭാരവും ഉണ്ട്. അതാണ് പ്രത്യേകത. ഭൂമിയേക്കാൾ 5 ഇരട്ടി വലുപ്പവും 60 ഇരട്ടി ഭാരവുമുണ്ട് ഈ ഗ്രഹത്തിന്റെ പേരെന്തായിട്ടിരിക്കുന്നത്? TOI 6651b. TOI 6651b എന്നാണ് ഈ ഗ്രഹത്തിന്റെ പേര്. ഇനി അടുത്തത് നോക്കാം. നമ്മുടെ കേരള ഡിജിറ്റൽ സർവകലാശാല ഒരു ഡ്രോൺ വികസിപ്പിച്ചു. അതിന്റെ പേരാണ് ഏകലവ്യ. ഏതാണ്? ഏകലവ്യ എന്നാണ് പേര്. ഏകലവ്യ എന്നാണ് പേര്. അപ്പോൾ ഏകലവ്യ എന്ന് പറയുന്ന ഡ്രോൺ വികസിപ്പിച്ചത് കുഴിബോംബ് കണ്ടെത്താനായിട്ടാണ്. എന്ത് വികസിപ്പിച്ചത്? ഏകലവ്യ എന്ന് പേരുള്ള ഒരു ഡ്രോൺ കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചത്. ഏതാണ്? ഏകലവ്യ. കുഴിബോംബ് കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ഒരു ഡ്രോൺ ആയിരുന്നു ഇത്. അപ്പോൾ കണ്ടുപിടിച്ചത് കേരള ഡിജിറ്റൽ സർവകലാശാലയാണ് വികസിപ്പിച്ചെടുത്തതെന്ന് ഓർക്കുക. അപ്പോൾ 2 പോയിന്റാണ്. പുതിയൊരു ഗ്രഹം TOI 6651b എന്നാണ് പേര്. 5 ഇരട്ടി വലിപ്പം, ഭൂമിയേക്കാൾ 5 ഇരട്ടി വലുപ്പവും 60 ഇരട്ടി ഭാരവും ഉണ്ടെന്നാണ് പ്രത്യേകത. 2, ഏകലവ്യ എന്ന് പറയുന്ന ഒരു ഡ്രോൺ കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചു. എന്തിന്? കുഴി ബോംബ് കണ്ടെത്താനായിട്ട്. ഇനി അതേപോലെ പറഞ്ഞല്ലോ, ഡിസംബർ 28-ന് പ്രിലിംസ് വരുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മൾ അതിന് മുന്നോടിയായിട്ട് ഡിസംബർ 13, 14, 15-ന് ഫ്രീ മോക്ക് ടെസ്റ്റ്, ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്ത് മോക്ക് ടെസ്റ്റ് നടത്തുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എന്തായാലും അറ്റൻഡ് ചെയ്തിട്ട് വേണം എക്സാമിന് പോകാനായിട്ട്. അപ്പോൾ അതിനായിട്ട് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് അപ്പോയിൻമെൻറ്റ്സ് നോക്കാം. അപ്പോയിൻമെൻറ്റ്സ് നമുക്കറിയാം. ചീഫ് ഇലക്ട്രൽ ഓഫീസറായിട്ട് ആരെ തിരഞ്ഞെടുത്തു? പ്രണബ് ജ്യോതിനാഥിനെ സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിട്ട് നിയമിച്ചു. ആരെയാണ്? പ്രണബ് ജ്യോതിനാഥിനെ സംസ്ഥാനത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറായിട്ട് നിയമിച്ചു. അപ്പോൾ ഇദ്ദേഹം മുമ്പ് എന്തായിരുന്നു? സ്പോർട്സ് ആൻഡ് യൂത്ത് അഫയേഴ്സിന്റെ സെക്രട്ടറി ആയിരുന്നു ഇദ്ദേഹം ഇതിനു മുമ്പ്. അപ്പോൾ ഇപ്പോൾ ചോദിക്കുകയാണ് സംസ്ഥാനത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എഴുതണം പ്രണബ് ജ്യോതിനാഥ്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. നമ്മുടെ ശ്രീലങ്കയുടെ പ്രസിഡന്റിനെ പറ്റിയാണ് അടുത്ത ന്യൂസ് എന്ന് പറയുന്നത്. ആരാണ്? അനുരകുമാര ദിസനായകയാണ് ശ്രീലങ്കയുടെ എത്രാമത്തെയാണ്? 9ാമത്തെ, ശ്രീലങ്കയുടെ 9ാമത്തെ പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. റെനിൽ വിക്രമസിംഗയുടെ പിൻഗാമിയാണ് അദ്ദേഹം. അനുരകുമാര ദിസനായകെ ശ്രീലങ്കയുടെ എത്രാമത്തെ പ്രസിഡന്റ്? 9ാമത്തെ പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ ഓർത്തിരിക്കുക, ശ്രീലങ്കയുടെ പ്രസിഡന്റ് ഇപ്പോൾ ആരാണ്? അനുരകുമാര ദിസനായകെ എന്ന് ഓർത്തിരിക്കുക. ഇനി നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ചുള്ള കാര്യങ്ങൾ നോക്കാം. ഭക്ഷ്യ കമ്മീഷൻ ചെയർമാൻ എന്താണ്? ഭക്ഷ്യ കമ്മീഷൻ ചെയർമാനായിട്ട് ആരെയാണ് ഇപ്പോൾ നിയമിച്ചത്?
നമ്മുടെ ഡോക്ടർ ജിനു സക്കറിയ ഉമ്മൻ. ജിനു സക്കറിയ ഉമ്മനെയാണ് ഭക്ഷ്യ കമ്മീഷൻ ചെയർമാനായിട്ട് നിയമിച്ചത്. ഇദ്ദേഹം മുൻ PSC അംഗം കൂടിയായിരുന്നു. അപ്പോൾ ഭക്ഷ്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഇപ്പോൾ ഡോക്ടർ ജിനു സക്കറിയ ഉമ്മനാണ്. ഇദ്ദേഹം മുൻ PSC അംഗമായിരുന്നു. അടുത്തത് ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റിയുടെ പ്രസിഡന്റ്. ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റി INS ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റിയുടെ പുതിയ പ്രസിഡന്റായിട്ട് ആരെ തിരഞ്ഞെടുത്തു? ശ്രേയാംസ് കുമാറിനെ തിരഞ്ഞെടുത്തു. ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റിയുടെ പ്രസിഡന്റായിട്ട് ആരെയാ തിരഞ്ഞെടുത്തത്? ശ്രേയാംസ് കുമാറിനെ തിരഞ്ഞെടുത്തു. ഇനി നമ്മുടെ ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രസിഡന്റായിട്ട് ആരെ നിയമിച്ചു നോക്കാം. ക്രിസ് ഗോപാലകൃഷ്ണൻ. ആരാണ്? ക്രിസ് ഗോപാലകൃഷ്ണൻ. വേഗം പഠിച്ചു പോകാം. ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രസിഡന്റായിട്ട് നിയമിച്ചത് ക്രിസ് ഗോപാലകൃഷ്ണനാണ് നിയമിച്ചത്. ഇനി നമുക്ക് നോക്കാം നാറ്റോ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നാറ്റോയുടെ ഫുൾ ഫോം എന്താണ്? നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. എന്താണ്? നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ ആണ്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ എന്താണ് ന്യൂസ് എന്ന് നോക്കാം. നാറ്റോയുടെ സെക്രട്ടറി ജനറൽ ആയിട്ട് ആരെ നിയമിച്ചു എന്നാണ് പറയുന്നത്? മാർക്ക് റൂട്ടിനെ സെക്രട്ടറി ജനറൽ ആയിട്ട് നിയമിച്ചു. എന്തിൻ്റെ? നാറ്റോ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ്റെ സെക്രട്ടറി ജനറൽ ആയിട്ട് മാർക്ക് റൂട്ടിനെ നിയമിച്ചു എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ ഒരു കാര്യം അറിഞ്ഞിരിക്കേണ്ടത്, എപ്പോഴാണ് ഈ നാറ്റോ നിലവിൽ വന്നത്? 1949 ഏപ്രിൽ 4 നിലവിൽ വരുന്നത്. ഏപ്രിൽ 4. 1949 ഏപ്രിൽ 4 നാറ്റോ നിലവിൽ വരുന്നത്. നമുക്കറിയാം, ബാഹ്യശക്തികളിൽ നിന്നുള്ള ആക്രമണം അംഗരാഷ്ട്രങ്ങൾ ഒരുമിച്ച് പ്രതിരോധിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ബാഹ്യശക്തികളിൽ നിന്നുള്ള ആക്രമണം അംഗരാഷ്ട്രങ്ങൾ ഒരുമിച്ച് നിന്ന് പ്രതിരോധിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പം ഓർത്തിരിക്കേണ്ടത് നാറ്റോയുടെ ഫുൾ ഫോം ഓർക്കുക, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. ഇതെന്ന് നിലവിൽ വന്നു? 1949 ഏപ്രിൽ 4. ലക്ഷ്യം എന്താണ്? ബാഹ്യശക്തികളിൽ നിന്ന് അംഗരാഷ്ട്രങ്ങൾ ഒരുമിച്ച് പ്രതിരോധിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പോൾ മെയിനായിട്ട് ഇപ്പോഴത്തെ കറൻ്റ്ലി നമ്മൾ നോക്കുകയാണെങ്കിൽ നാറ്റോയുടെ സെക്രട്ടറി ജനറൽ ആയിട്ട് നിയമിതനായത് മാർക്ക് റൂട്ടാണ്. അതാണ് ഇപ്പോൾ കറൻ്റ്ലി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി ജപ്പാന്റെ പ്രധാനമന്ത്രിയായിട്ട് ആരെയാണെന്ന് നോക്കാം. ഷിഗേരു ഇഷിബ. ജപ്പാൻ പ്രധാനമന്ത്രിയായിട്ട് ഷിഗേരു ഇഷിബയെ ചുമതലയേറ്റു. ജപ്പാൻ ഷിഗേരു ഇഷിബ. അടുത്തത് ടുണേഷ്യൻ പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് കൈസ് സെയ്ദ്. ആരാണ്? കൈസ് സെയ്ദ്. ടുണേഷ്യൻ പ്രസിഡന്റ്. ജപ്പാന്റെ ഷിഗേരു ഇഷിബ, ടുണേഷ്യൻ പ്രസിഡന്റ് കൈസ് സെയ്ദ്. ഇത് രണ്ടും ഓർത്തിരിക്കുക. നാറ്റോയുടെയൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ നമ്മൾ ഭക്ഷ്യ കമ്മീഷൻ ചെയർമാൻ്റെ കാര്യം പറഞ്ഞു, ഡോക്ടർ ജിനു സക്കറിയ, അതുമൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി നമുക്ക് നോക്കാം എന്താണ് ഹരിയാനയുടെ മുഖ്യമന്ത്രിയായിട്ട് ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? നയാബ് സിംഗ് സൈനിയാണ് ഇപ്പോൾ നയാബ് സിംഗ് സൈനിയാണ് ഹരിയാനയുടെ മുഖ്യമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. മനോഹർ ലാൽ ഖട്ടറിന്റെ പിൻഗാമിയായിട്ടാണ് നയാബ് സിംഗ് സൈനി ചുമതലയേൽക്കുന്നത്. അത് ഓർക്കുക. ഇനി അടുത്തത് ജമ്മു കാശ്മീരിലെ ഏതാണ് പറയുന്നത് എന്താ നോക്കാം. പ്രത്യേക പദവി റദ്ദാക്കിയതിന് ശേഷമുള്ള ജമ്മു കാശ്മീരിലെ ആദ്യ മുഖ്യമന്ത്രിയാണ് ആര്? ഒമർ അബ്ദുള്ള എന്ന് പറയുന്നത്. അപ്പൊ ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയണം? ഒമർ അബ്ദുള്ള എന്ന് പറയണം. ഒമർ അബ്ദുള്ള. ഇനി അറിഞ്ഞിരിക്കേണ്ട കാര്യം, നമ്മുടെ ഈ ഒമർ അബ്ദുള്ള എന്ന് പറയുന്നത് ഷെയ്ഖ് മുഹമ്മദ് അബ്ദുള്ള. ജമ്മു കാശ്മീരിന്റെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് മുഹമ്മദ് അബ്ദുള്ളയുടെ കൊച്ചുമകനാണ് ഈ ഒമർ അബ്ദുള്ള എന്ന് പറയുന്നത്. അതായത് ജമ്മു കാശ്മീരിന്റെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് മുഹമ്മദ് അബ്ദുള്ളയുടെ കൊച്ചുമകനാണ് ആര്? ഒമർ അബ്ദുള്ള എന്ന് പറയുന്നത്. അത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ ഹരിയാനയുടെ മുഖ്യമന്ത്രിയായിട്ട് ചുമതലയേറ്റത് നയാബ് സിംഗ് സൈനി, നമ്മുടെ ജമ്മു കാശ്മീരിന്റെ മുഖ്യമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഒമർ അബ്ദുള്ള. അത്രയും കാര്യങ്ങൾ ഓർക്കുക. ഇനി അടുത്തത് വ്യോമസേനയുടെ മേധാവിനെ പറ്റിയാണ് അടുത്തത് പറയുന്നത്. വ്യോമസേനയുടെ പുതിയ മേധാവിയായി എയർ മാർഷൽ അമർപ്രീത് സിംഗിനെ നിയമിച്ചു. ആരെയാണ് നിയമിച്ചത്? അമർപ്രീത് സിംഗിനെ നിയമിച്ചു. വ്യോമസേനയുടെ പുതിയ മേധാവിയായിട്ട് അമർപ്രീത് സിംഗിനെ നിയമിച്ചു എന്നുള്ളതാണ്. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്.
വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിന്റെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയർ, നമുക്കറിയാം പോർട്ട് ബ്ലെയറിന്റെ പേര് ഈ അടുത്ത് എന്താക്കി മാറ്റിയിരുന്നു? വിജയപുരം എന്നാക്കി മാറ്റിയിരുന്നു. അപ്പോൾ അത് ഓർത്തിരിക്കുക. എന്തായാലും ഷുവറായിട്ട് നമുക്ക് ഈ വരാൻ പോകുന്ന എക്സാംസിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒന്നാണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിന്റെ തലസ്ഥാനം എന്ന് പറഞ്ഞത് പോർട്ട് ബ്ലെയർ ആയിരുന്നു. അതിന്റെ പുതിയ പേര് എന്താണ് എന്ന് ചോദിച്ചാൽ വിജയപുരം എന്ന് കേന്ദ്ര സർക്കാർ മാറ്റിയിട്ടുണ്ട്. ഇനി അതിഷീനെ പറ്റിയാണ് അടുത്തത്. നമ്മുടെ ഡൽഹി മുഖ്യമന്ത്രി, ഏതാണ്? ഡൽഹി മുഖ്യമന്ത്രി ആയിട്ട് ആര് ചുമതലയേറ്റു? അതിഷിയുടെ പാർട്ടി എന്ന് പറയുന്നത് ആം ആദ്മി പാർട്ടിയാണ്. അരവിന്ദ് കെജ്രിവാളിന്റെ പിൻഗാമിയായിട്ടാണ് അതിഷി ചുമതലയേറ്റത്. അപ്പോൾ വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. എന്താണ്? ഡൽഹിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രിയാണ് അതിഷി. ഡൽഹിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രിയാണ് ആര്? അതിഷി എന്ന് പറയുന്നത്. അപ്പോൾ ഡൽഹിയിലെ മുഖ്യമന്ത്രി ഇപ്പോൾ ആരാണ്? അതിഷിയാണ്. ആം ആദ്മി പാർട്ടിയാണ്. അരവിന്ദ് കെജ്രിവാളിന്റെ പിൻഗാമിയായിട്ടാണ് ചുമതലയേറ്റത്. കൂടാതെ ഡൽഹിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രി കൂടിയാണ് അതിഷി എന്ന് പറയുന്നത്. ഇനി ചില ഫാക്ട്സ് ആണ്, ഇപ്പോൾ റീസെൻ്റ്ലി വന്ന ചില കാര്യങ്ങളാണ്. എല്ലാ തലത്തിലുമുള്ള കോടതികളിലെയും ജഡ്ജിമാരെ തിരഞ്ഞെടുക്കാൻ വോട്ടർമാർക്ക് അവകാശം നൽകിയ രാജ്യം. വോട്ടർമാർക്ക് അവകാശം നൽകിയ രാജ്യം ഏതാണ്? മെക്സിക്കോ. എന്തധികാരമാണ് കൊടുത്തത്? എല്ലാ തലത്തിലുമുള്ള കോടതികളിലെയും ജഡ്ജിമാരെ തിരഞ്ഞെടുക്കാൻ. എല്ലാ തലത്തിലുമുള്ള കോടതികളിലെ ജഡ്ജിമാരെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം വോട്ടർമാർക്ക് കൊടുത്ത രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ മെക്സിക്കോ ആണ്. ഓക്കെ, അടുത്ത നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അടുത്തത്. എന്താണ്? ക്വാഡ് എന്ന് വെച്ചാൽ എന്താ? ക്വാഡിലാറ്ററൽ സെക്യൂരിറ്റി ഡയലോഗ് എന്നാണ് ക്വാഡ്. ഈ ക്വാഡിൽ വന്നിരിക്കുന്ന എത്ര രാഷ്ട്രങ്ങളാണ്? നാല് രാജ്യങ്ങളാണ്. ഇന്ത്യ, അമേരിക്ക, ജപ്പാൻ, ഓസ്ട്രേലിയ. ഇന്ത്യ, അമേരിക്ക, ജപ്പാൻ, ഓസ്ട്രേലിയ. ഇന്ത്യ, അമേരിക്ക, ഓസ്ട്രേലിയ, ജപ്പാൻ. ഇന്ത്യ, അമേരിക്ക, ഓസ്ട്രേലിയ, ജപ്പാൻ. ഈ 4 രാജ്യങ്ങളാണ് വരുന്നത്. ഓക്കെ, ക്വാഡിൽ വരുന്ന 4 രാജ്യങ്ങളാണ് പറഞ്ഞത്. ഇന്ത്യ, അമേരിക്ക, ജപ്പാൻ, ഓസ്ട്രേലിയ. അപ്പോൾ അവിടെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഉച്ചകോടിയിൽ പങ്കെടുത്തു എന്നുള്ളതാണ് ന്യൂസ്. ക്വാഡ് എന്താണ്? ക്വാഡിലാറ്ററൽ സെക്യൂരിറ്റി ഡയലോഗ് എന്നുള്ളതാണ്. പിന്നെ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഇതിൽ വരുന്ന 4 രാജ്യങ്ങൾ ഇന്ത്യ, അമേരിക്ക, ജപ്പാൻ, ഓസ്ട്രേലിയ. ഇന്ത്യ, അമേരിക്ക, ജപ്പാൻ, ഓസ്ട്രേലിയ ആണ് ക്വാഡിൽ വരുന്ന 4 രാജ്യങ്ങൾ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അതിൽ നിന്ന് പഠിക്കാനുള്ളത്. ഇനി ശ്രീലങ്കയുടെ പുതിയ പ്രധാനമന്ത്രി ആരാണ്? ഹരിണി അമരസൂര്യ. ആരാണ്? ഹരിണി അമരസൂര്യ. ഇപ്പം നമ്മൾ പഠിച്ചിരുന്നു എന്താണ്? നമ്മുടെ പ്രസിഡന്റിന്റെ കാര്യം പഠിച്ചിരുന്നു. പ്രസിഡന്റിന്റെ കാര്യം എന്താ? അനുര കുമാര ദിസനായകയാണ് പ്രസിഡന്റ് എന്ന് പഠിച്ചിരുന്നു. അതോടൊപ്പം തന്നെ എന്തും പഠിക്കണം? പ്രധാനമന്ത്രി ഹരിണി അമരസൂര്യയാണ് ഇപ്പോൾ ചുമതലയേറ്റതെന്നും പഠിക്കണം. ഹരിണി അമരസൂര്യ ശ്രീലങ്കയുടെ പുതിയ പ്രധാനമന്ത്രി. ഓക്കെ, ഇനി വിയറ്റ്നാമിന്റെ പ്രസിഡന്റായിട്ട് ആരാണ് ചുമതലയേറ്റതെന്ന് നോക്കാം. ലുവോങ് കുവോങ് ആണ് എന്താണ് വിയറ്റ്നാമിന്റെ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ലുവോങ് കുവോങ്. ഇനി അടുത്ത വരുന്നത് ബ്രിക്സ് ആണ്. ബ്രിക്സിനെ പറ്റിയുള്ളതാണ് അടുത്ത ന്യൂസ് എന്ന് പറയുന്നത്. ബ്രിക്സ് നമുക്കറിയാം ഏതാണ്? ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക. അത്രയും രാജ്യങ്ങൾ വരുന്നതാണ് എന്തെന്ന് പറയുന്നത്? ബ്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ന്യൂസ് എന്താ നോക്കാം. വികസന രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ബ്രിക്സിന്റെ 16ാം ഉച്ചകോടി എവിടെയാണ് നടന്നതെന്നാണ് പറയുന്നത്. എവിടെയാണ്? റഷ്യൻ നഗരമായ കസാനിലാണ് 16ാമത് ഉച്ചകോടി നടന്നത്. അതേപോലെ തന്നെ 15ാമത് ഉച്ചകോടി എവിടെയാണെന്നും കൂടെ അറിഞ്ഞിരിക്കുക. നമ്മുടെ എവിടത്തെയാ? സൗത്ത് ആഫ്രിക്കയിലെ ജോഹാൻസ്ബർഗിലാണ് നടന്നത്. സൗത്ത് ആഫ്രിക്കയിലെ ജോഹാൻസ്ബർഗിലാണ് 15ാമത് ബ്രിക്സ് ഉച്ചകോടി നടന്നത്. 16ാമത് നടക്കുന്ന എവിടെയാണ് നമ്മൾ പറഞ്ഞു? റഷ്യൻ നഗരമായ കസാനിലാണ് നടക്കുന്നത്. അപ്പോൾ അടുത്തതും കൂടെ നോക്കാം. പാകിസ്ഥാന്റെ സാംസ്കാരിക നഗരമായ ലാഹോർ എന്താണ്? ലോകത്തിലെ ഏറ്റവും വായു മലിനീകരണമുള്ള നഗരമായിട്ട്
മാറിയിട്ടുണ്ട്. അതാണ് പറയുന്നത്. പാകിസ്ഥാന്റെ സാംസ്കാരിക നഗരമായ ലാഹോർ ലോകത്തിലെ ഏറ്റവും വായു മലിനീകരണമുള്ള നഗരമായിട്ട് മാറി എന്നുള്ളതാണ് അടുത്തത് പറയുന്നത്. അപ്പോൾ വിയറ്റ്നാമിന്റെ പ്രസിഡന്റ് ലുവോങ് കുവോങ്, നമ്മുടെ ബ്രിക്സിന്റെ 16-ാം ഉച്ചകോടി നടന്നത് റഷ്യയിലെ കസാനില്, 15 നടന്നത് സൗത്ത് ആഫ്രിക്കയിലെ ജോഹാൻസ്ബർഗില്, പിന്നെ നമ്മുടെ ലാഹോറാണ് ലോകത്തിലെ ഏറ്റവും വായു മലിനീകരണമുള്ള നഗരമായിട്ട് മാറിയത് എന്നും കൂടി അറിഞ്ഞിരിക്കുക. ഇനി ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ അമേരിക്കയുടെ 47-ാം പ്രസിഡന്റായിട്ട് ഡൊണാൾഡ് ട്രംപ് ചുമതലയേറ്റു. അത് ഒന്ന് ഓർത്തിരിക്കുക. 2 ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റാണ്, ഏറ്റവും പ്രായം ചെന്ന് പ്രസിഡന്റ് ആകുന്ന ആളാണ് ഡൊണാൾഡ് ട്രംപ്. പിന്നെ ഒന്നറിഞ്ഞിരിക്കേണ്ടത് 130 വർഷത്തിന് ശേഷം തുടർച്ചയല്ലാതെ വീണ്ടും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുന്ന വ്യക്തിയാണ് നമ്മുടെ ട്രംപ് എന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യം ഓർത്തിരിക്കുക, ട്രംപ് എന്ന് പറയുന്ന ട്രംപിന്റെ പാർട്ടി ഡെമോക്രാറ്റിക് പാർട്ടിയാണ്. ഈ വർഷം ആരെയാണ് പരാജയപ്പെടുത്തിയത്? കമലാ ഹാരിസിനെയാണ് പരാജയപ്പെടുത്തുക. അപ്പോൾ അമേരിക്കയുടെ 47-ാം പ്രസിഡന്റായിട്ട് ട്രംപാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. 2 ഏറ്റവും 78 വയസ്സ് പ്രായമുള്ള ട്രംപ് US പ്രസിഡന്റ് ആകുന്ന പ്രായം കൂടിയ ആളാണ്. US പ്രസിഡന്റ് ആകുന്ന പ്രായം കൂടിയ ആൾ കൂടെയാണ് ആര്? ട്രംപ്. പിന്നെ പറയേണ്ടത് 130 വർഷത്തിന് ശേഷം തുടർച്ചയല്ലാതെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുന്ന വ്യക്തിയാണ്. പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ കമലാ ഹാരിസിനെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയതെന്ന് ഓർക്കുക. ഡെമോക്രാറ്റിക് പാർട്ടിയുടെ കമലാ ഹാരിസിനെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയെന്ന് ഓർക്കുക. നമ്മുടെ കമലാ ഹാരിസ് ഡെമോക്രാറ്റിക് പാർട്ടിയാണ്. ഡെമോക്രാറ്റിക് പാർട്ടി കമലാ ഹാരിസിനെ പരാജയപ്പെടുത്തി. ഒരു കാര്യം കൂടെ അറിഞ്ഞിരിക്കണം, നമ്മുടെ വൈസ് പ്രസിഡന്റ് ആരാണ്? JD വാൻസ് ആണ് വൈസ് പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ അമേരിക്കയുടെ 47-ാം പ്രസിഡന്റ് ട്രംപാണ്. അതേസമയം വൈസ് പ്രസിഡന്റ് ആരാണ്? JD വാൻസുമാണ്. അത്രയും ഓർക്കുക. അതേപോലെ നമ്മൾ 10th +2 ലെവൽ കോമൺ ബാച്ചുകൾ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ള എല്ലാവരും എന്തായാലും ജോയിൻ ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് സ്പോർട്സിലേക്ക് പോകാം. ബാലൻഡിയോർ പുരസ്കാരങ്ങൾ. ബാലൻഡിയോർ ആർക്കൊക്കെയാണ് നമുക്ക് കിട്ടിയെന്ന് നോക്കാം. ഈ ബാലൻഡിയോർ പുരസ്കാരം എന്ന് പറയുന്നത് ഫ്രാൻസ് ഫുട്ബോൾ എന്ന് പറയുന്ന ഒരു മാഗസിനാണ് കൊടുക്കുന്നത്. ബാലൻഡിയോർ ഫ്രാൻസ് ഫുട്ബോൾ. അപ്പോൾ നമുക്ക് നോക്കാം. മികച്ച പുരുഷ താരം ആരാണ്? മികച്ച പുരുഷ താരം റോഡ്രി. ഏതാണ്? മാഞ്ചസ്റ്റർ സിറ്റിയുടെ റോഡ്രിക്കാണ് മികച്ച പുരുഷ താരത്തിനുള്ള ബാലൻഡിയോർ അവാർഡ് ലഭിച്ചത്. മികച്ച വനിതാ താരം ഐറ്റാനോ ബോൺമാറ്റി ബാഴ്സലോണയാണ്. മികച്ച പരിശീലകൻ കാർലോ ആൻസലോട്ടി റയൽ മഡ്രിഡ് കാർലോ ആൻസലോട്ടി. മികച്ച പരിശീലക ആരാ നോക്കിക്കേ? എമ്മ ഹയേഴ്സ് ആണ്. മികച്ച പരിശീലക എമ്മ ഹയേഴ്സ് ആണ്. US വനിതാ ടീമിൽ പെടുന്നതാണ്. ഇനി മികച്ച യുവതാരം. ഇതെല്ലാം മാറി മാറി ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ എല്ലാം നമ്മൾ ഒന്ന് പഠിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. മികച്ച യുവതാരം ലാമിൻ യമാലാണ്. ബാഴ്സലോണയുടെ ലാമിൻ യമാൽ. അപ്പോൾ മികച്ച പുരുഷ താരം മാഞ്ചസ്റ്റർ സിറ്റിയുടെ റോഡ്രി. മികച്ച വനിതാ താരം ബാഴ്സലോണയുടെ ഐറ്റാന ബോൺമാറ്റിക്ക് തന്നെയാണ് കഴിഞ്ഞ കൊല്ലവും ലഭിച്ചത്. മികച്ച പരിശീലകൻ കാർലോ ആൻസലോട്ടി, റയൽ മഡ്രിഡിന്റെ കാർലോ ആൻസലോട്ടി. മികച്ച പരിശീലക US വനിതാ ടീം എമ്മ ഹയേഴ്സ്. മികച്ച യുവതാരം ബാഴ്സലോണ ലാമിൻ യമാൽ. ഇനി ടോപ്പ് സ്കോറർ ആരായിരുന്നു? ടോപ്പ് സ്കോററായിട്ട് പുരസ്കാരം ലഭിച്ചത് നമ്മുടെ എംബാപ്പയ്ക്കാണ്. PSG-യിലെ എംബാപ്പയ്ക്കാണ് കിട്ടിയത്. കൂടാതെ ഹാരി കെയ്നിനും എംബാപ്പയ്ക്കുമാണ് ടോപ്പ് സ്കോറർ പുരസ്കാരം ലഭിച്ചത്. ഇനി മികച്ച ഗോൾ കീപ്പർ ആരാണ്? എമിലിയാനോ മാർട്ടിനസ്. ആർക്കാണ്? എമിലിയാനോ മാർട്ടിനസ്. ആസ്റ്റൺ വില്ല എമിലിയാനോ മാർട്ടിനസ്. ഇനി കാരുണ്യ പ്രവർത്തനത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ജെന്നിഫർ ഹെർമോസോ. മികച്ച പുരുഷ ടീം റയൽ മഡ്രിഡ് തന്നെയാണ്. മികച്ച വനിതാ ടീം ബാഴ്സലോണ. നേരത്തെ പറഞ്ഞു. അപ്പോൾ മികച്ച പുരുഷ ടീം റയൽ മഡ്രിഡ്, മികച്ച വനിതാ ടീം ബാഴ്സലോണ. ഇത്രയും കാര്യങ്ങൾ പഠിക്കാം. ഇനി വനിതാ T20 ലോകകപ്പ്. ക്രിക്കറ്റ് കിരീടം ലഭിച്ചത് ആർക്കാണ്? ന്യൂസിലൻഡിനാണ് ലഭിച്ചത് വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം.
അപ്പോൾ ആരെയാണ് തകർത്തത്? ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിലെ ന്യൂസിലൻഡ് വിജയിച്ചത്. അത്രയും ഓർത്തിരിക്കുക. ഓക്കെ, ഇനി T20 ക്രിക്കറ്റിൽ തുടർച്ചയായി 2 സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ താരമായി സഞ്ജു വി സാംസൺ. അപ്പോൾ 2 സെഞ്ചുറി നേടുന്ന ഇന്ത്യൻ താരമായിട്ട് സഞ്ജു വി സാംസൺ വന്നു. കൂടാതെ സഞ്ജു വി സാംസണ് കേരളശ്രീയും ലഭിച്ചിരുന്നു ഈ വർഷം. ആ കാര്യം കൂടെ പ്രത്യേകം പഠിക്കുക. ഇനി വരുന്നത് നമ്മുടെ സാക്ഷി മാലിക്. ആരാണ് സാക്ഷി മാലിക്? ഗുസ്തിയിൽ ഒളിമ്പിക് നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത എന്ന നേട്ടം സ്വന്തമാക്കിയ വ്യക്തിയാണ് സാക്ഷി മാലിക്. എന്താണ്? ഗുസ്തിയിൽ ഒളിമ്പിക് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരം. ഗുസ്തിയിൽ ഒളിമ്പിക് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരമാണ് ആരെന്ന് പറയുന്നത്? സാക്ഷി മാലിക്. അങ്ങനെയാണ് നമ്മൾ പറയേണ്ടത്. അപ്പോൾ സാക്ഷി മാലിക് എന്ന് ഓർത്തു കഴിഞ്ഞാൽ ആ ഒരു പോയിന്റ് മനസ്സിലേക്ക് വരണം. നമ്മളിവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സാക്ഷി മാലിക്കിൻ്റെ ആത്മകഥയെ പറ്റിയാണ്. സാക്ഷി മാലിക്കിൻ്റെ ആത്മകഥയാണ് വിറ്റ്നസ് എന്ന് പറയുന്നത്. സാക്ഷി മാലിക്കിൻ്റെ ആത്മകഥ ഏതാണ്? വിറ്റ്നസ്. വിറ്റ്നസ് നമുക്കറിയാം, സാക്ഷി എന്ന് തന്നെ മലയാളത്തിൽ ഓർക്കുകയാണെങ്കിൽ ആരുടെ ആത്മകഥയാണെന്ന് നമുക്ക് കിട്ടും അല്ലേ? സാക്ഷി മാലിക്കിൻ്റെ വിറ്റ്നസ്. ഇനി നോക്കാം നമ്മുടെ സുനിൽ ഛേത്രിയുടെ ഐറ്റം പറയുന്നത് ഫുട്ബോൾ ആണെന്ന് നമുക്കറിയാം. അപ്പം ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ 64 ഗോളുകളുടെ നേട്ടം, അതായത് ഏറ്റവും ഗോൾ നേടിയതിൻ്റെ റെക്കോർഡ് ആർക്കാണ്? സുനിൽ ഛേത്രിക്കാണ്. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ 64 ഗോളുകളോടെ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയതിൻ്റെ റെക്കോർഡ് ആർക്കാണ്? മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ സുനിൽ ഛേത്രിക്കാണ് എന്നറിഞ്ഞിരിക്കുക. ഇനി നമ്മുടെ ചെസ് ഒളിമ്പ്യാഡിനെ പറ്റിയാണ് അടുത്ത ന്യൂസ് എന്ന് പറയുന്നത്. ചെസ് ഒളിമ്പ്യാഡ് എവിടെയാണ് നടന്നത്? ബുഡാപെസ്റ്റ് എന്ന് പറയുന്നത് ഹംഗറിയുടെ തലസ്ഥാനമാണ്. അപ്പോൾ ഓപ്പൺ വിഭാഗത്തിലായാലും വനിതാ വിഭാഗത്തിലായാലും ഇന്ത്യ എന്ത് നേടി? സ്വർണം നേടി. ബുഡാപെസ്റ്റിൽ നടന്ന ചെസ് ഒളിമ്പ്യാഡിലെ ഓപ്പൺ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലും ഇന്ത്യ സ്വർണം നേടി. ഇന്ത്യ ആദ്യമായിട്ടാണ് ഈ 2 വിഭാഗത്തിലും സ്വർണം നേടുന്നത്. അതുകൊണ്ട് നമുക്ക് എന്താണ് ഉറപ്പായിട്ടും എക്സാമിന് അത് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ബുഡാപെസ്റ്റ് ഹംഗറിയിലാണ്. ഇനി ഏഷ്യൻ ചാമ്പ്യൻ ലീഗ് ഹോക്കിയുടെയാണ്. ഹോക്കിയിൽ ആരാണ് വിജയിച്ചത്? ചാമ്പ്യനായത് ആരാണ്? ഇന്ത്യയാണ്. ഇന്ത്യ പരാജയപ്പെടുത്തിയത് ചൈനയെയുമാണ്. ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗ് ഹോക്കിയിൽ ജേതാക്കളായത് ഇന്ത്യ പരാജയപ്പെടുത്തിയത് ചൈനയെ. ഓക്കെ, ഇനി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ഏരിയ ആണ് സ്കീംസ് എന്ന് പറയുന്നത്. സ്കീംസ് ഇല്ലാത്ത ഒരു എക്സാംസും വരുന്നില്ല. അപ്പോൾ ഈ കഴിഞ്ഞ LGSനായാലും സെയിം സ്കീം തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച് നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ നമുക്ക് സ്കീംസിലേക്ക് പോകാം. നോക്കിക്കേ, ഇ-മോജൻ എന്ന് പറയുന്ന സ്കീമാണ്. ഇ-മോജൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇലക്ട്രോണിക്കലി ആണ്. മോചൻ എന്ന് പറഞ്ഞാൽ മോചിപ്പിക്കുക എന്ന് ഓർക്കുക. അപ്പോൾ പറയുന്നത് കുട്ടികളെയും മുതിർന്നവരെയും മൊബൈൽ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കാനുള്ള പദ്ധതിയാണ് ഇ-മോജൻ എന്ന് പറയുന്നത്. കുട്ടികളെയും മുതിർന്നവരെയും മൊബൈൽ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കാനുള്ള പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്? ഇ-മോജൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇ-മോജൻ ക്ലിനിക്കുകൾ വ്യാപിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇ-മോജൻ എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയണം? കുട്ടികളെയും മുതിർന്നവരെയും മൊബൈൽ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ എന്താണ് അത് തന്നെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് എന്ത്? ഇ-മോജൻ എന്ന് പറയുന്നത്. കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, KSFDC, കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, അത് തന്നെയാണ് കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ. സ്ത്രീകൾക്കായിട്ട് ഒരുക്കുന്ന ഒരു താമസ പദ്ധതിയാണ് എന്ത്? സഖി ഡോർമെറ്ററികൾ എന്ന് പറയുന്നത്. സഖി ഡോർമെറ്ററികൾ ആർക്ക് വേണ്ടിയിട്ടാണ്? വനിതകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് KSFDC, കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആരംഭിച്ച ഒരു പദ്ധതിയാണ്. അപ്പോൾ വുമൺ സെൻട്രിക് ആയിട്ടുള്ള സ്കീംസ് പ്രത്യേകം വേർതിരിച്ച് തന്നെ പഠിച്ചോളുക. അത് കൂടുതൽ ചാൻസ് ഉള്ള ഒന്നാണ്. ഇനി NPS വാത്സല്യ എന്താണ്? കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിന് വേണ്ടിയിട്ട് രക്ഷിതാക്കളുടെ പെൻഷൻ അക്കൗണ്ടിൽ പണം നിക്ഷേപിച്ച് നടത്തുന്ന ഒരു പദ്ധതിയാണ്. കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കാനായിട്ട് രക്ഷിതാക്കളുടെ പെൻഷൻ അക്കൗണ്ടിൽ പണം നിക്ഷേപിക്കുന്ന ഒരു പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്? NPS വാത്സല്യ എന്ന് പറയുന്നത്. NPS വാത്സല്യ. ഇനി
അടുത്ത നോക്കാം ആയുഷ്മാൻ ഭാരത്. എന്താണ് ആയുഷ്മാൻ ഭാരത്? എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? 70 വയസ്സ് കഴിഞ്ഞവർക്ക് 5 ലക്ഷം രൂപ, എത്ര ലക്ഷം? 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ സൗജന്യമായി നൽകുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് എന്ന് പറയുന്നത്. 70 വയസ്സ് കഴിഞ്ഞവർക്ക് 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ സൗജന്യമായിട്ട് ഏർപ്പെടുത്തുകയാണ് ആര്? കേന്ദ്ര സർക്കാർ. ആ ഒരു പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് എന്ന് പറയുന്നത്. അപ്പോൾ NPS വാത്സല്യ കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിന് വേണ്ടി ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് ആണ്, 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് ആണെന്ന് ഓർക്കുക. ഇനി സ്പേസിന്റെ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എന്നും വരുന്നതാണ്. നമ്മുടെ ചന്ദ്രയാനൊക്കെ ഒരു ടോപ്പിക്കായിട്ട് തന്നെ നമ്മൾ പഠിച്ചേ പറ്റൂ അല്ലേ? അപ്പോൾ നമുക്ക് അതിലെ കുറച്ച് ന്യൂസ് നോക്കാം. ശുക്രഗ്രഹത്തെ കുറിച്ച് പഠിക്കാൻ വീനസ് ഓർബിറ്റർ മിഷൻ. ആരാണ്? ശുക്രഗ്രഹത്തെ കുറിച്ച് പഠിക്കാൻ വീനസ് ഓർബിറ്റർ. ISROയുടെ പ്രൊജക്റ്റ് ആണ് വീനസ് ഓർബിറ്റർ മിഷൻ. നമ്മുടെ ശുക്രഗ്രഹത്തെ, വീനസിനെ പറ്റി പഠിക്കാനായിട്ട് ആരംഭിച്ച ദൗത്യമാണ് ഏത്? വീനസ് ഓർബിറ്റർ മിഷൻ. ഏതാണ്? വീനസ് ഓർബിറ്റർ മിഷൻ. വീനസ് ഓർബിറ്റർ മിഷൻ. അപ്പോൾ ഓർക്കുക, വീനസ് ഓർബിറ്റർ മിഷൻ ISRO എന്തിനെ കുറിച്ച്? ശുക്രഗ്രഹത്തെ കുറിച്ച് പഠിക്കാൻ. ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരികളെ ചന്ദ്രനിലെത്തിച്ച് ഭൂമിയിൽ തിരിച്ച്. നമുക്കറിയാം ചന്ദ്രയാൻ 3 ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. എന്താണ്? ചന്ദ്രന്റെ സൗത്ത് പോളിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്തുകൊണ്ട് വിജയകരമായൊരു എന്താണ് മിഷൻ ആയിരുന്നു. അതേപോലെ ഇപ്പോൾ ചന്ദ്രയാൻ 4 മിഷൻ എന്താണ് വരുന്നു. അതിനെന്താണ്? നമ്മുടെ ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരികളെ ചന്ദ്രനിലെത്തിച്ച് സുരക്ഷിതമായി തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ചന്ദ്രയാൻ 4 കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാണ് ഒന്ന്. ഇത് ഓർത്തിരിക്കുക, ചന്ദ്രയാൻ 4 മിഷന്റെ ലക്ഷ്യം എന്താണ് എന്നുള്ളത് ഓർക്കുക. ഇനി നമുക്ക് ബഹിരാകാശത്ത് നടന്ന ആദ്യ സാധാരണക്കാര്. ബഹിരാകാശ സഞ്ചാരികളല്ല, സാധാരണക്കാര് ആരൊക്കെയാന്ന് നോക്കാം. ജാരദ് ഐസക് മാനും സാറാ ഗില്ലസും. ആരൊക്കെയാണ്? ജാരദ് ഐസക് മാനും സാറാ ഗില്ലസും. ഏതായിരുന്നു ദൗത്യം? സ്പേസ് എക്സിന്റെ ദൗത്യമായ പൊളാരിസ് ഡോൺ. ഏതാണ്? പൊളാരിസ് ഡോണിന്റെ ഭാഗമായിരുന്നു ഇത്. അപ്പോൾ നമ്മുടെ സ്പേസ് എക്സിന്റെ പൊളാരിസ് ഡോണിന്റെ ഭാഗമായിരുന്നു ഈ നടത്തം എന്ന് പറയുന്നത്. നമ്മുടെ സാധാരണക്കാരായ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ജാരദ് ഐസക് മാനും സാറാ ഗില്ലസും എന്നീ 2 ആൾക്കാരാണ് ബഹിരാകാശത്ത് ആദ്യമായിട്ട് നടന്ന സാധാരണക്കാര്. ബഹിരാകാശ സഞ്ചാരികളല്ല, സാധാരണക്കാരാണ്. ആര്? ജാരദ് ഐസക് മാനും സാറാ ഗില്ലസും. ഓക്കെ, ഇനി നമ്മൾ പ്ലൂട്ടോയുടെ ഉപഗ്രഹത്തിനെ പറ്റിയാണ് പറയുന്നത്. പ്ലൂട്ടോക്ക് ഒരുപാട് ഉപഗ്രഹങ്ങളുണ്ട്. അതിൽ ഷാരോൺ എന്ന് പറയുന്ന ഒരു ഉപഗ്രഹം, ഉപഗ്രഹത്തിൽ 2 ഗ്യാസുകൾ, കാർബൺ ഡൈ ഓക്സൈഡും എന്താണ്? ഹൈഡ്രജൻ പെറോക്സൈഡും. പ്ലൂട്ടോയുടെ ഉപഗ്രഹമായ ഷാരോണിൽ കണ്ടെത്തി. ആര് കണ്ടെത്തി? നാസ കണ്ടെത്തി. പ്ലൂട്ടോയുടെ ഉപഗ്രഹമായ ഷാരോണിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെയും ഹൈഡ്രജൻ പെറോക്സൈഡിന്റെയും സാന്നിധ്യം നാസ കണ്ടെത്തി എന്നുള്ളതാണ്. അപ്പോൾ ഷാരോൺ എന്ന് ചോദിച്ചാൽ കൺഫ്യൂഷൻ വരരുത്, പ്ലൂട്ടോയുടെ ഉപഗ്രഹമാണെന്ന് ഓർക്കുക. ഇനി അടുത്തത് ബെർണാഡ് സ്റ്റാറിനെ പറ്റിയാണ് പറയുന്നത്. സൂര്യന് സമീപമുള്ള ബെർണാഡ് സ്റ്റാർ എന്ന നക്ഷത്രം. നമുക്കറിയാം ഈ ബെർണാഡ് സ്റ്റാർ സൂര്യന്റെ സമീപമുള്ള ഒരു നക്ഷത്രമാണ്. അതിന് എന്താണ്? ഈ ബെർണാഡ് സ്റ്റാറിനെ ചുറ്റുന്ന ഒരു കുഞ്ഞൻ ഗ്രഹത്തിനെ ഇവർ കണ്ടെത്തി. ബെർണാഡ് സ്റ്റാറിനെ ചുറ്റുന്ന ഒരു കുഞ്ഞൻ ഗ്രഹത്തിനെ കണ്ടെത്തി. അതിൻ്റെ പേരാണ് എന്തെന്ന് പറയുന്നത്? ബെർണാഡ് ബി എന്ന് പറയുന്നത്. ബെർണാഡ് സ്റ്റാറിനെ ചുറ്റുന്ന ഒരു ഗ്രഹമാണ്. ഗ്രഹം ഏതാണ്? ബെർണാഡ് ബി ആണ്. ഇനി അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നോക്കാം. ഏറ്റവും വലിയ ദൂരദർശിനി ഏഷ്യയിലെയാണെന്ന് ഓർക്കണം. ഏഷ്യയിലെ ഏറ്റവും വലുതും ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയതും. ഏഷ്യയിലെ ഏറ്റവും വലുതും എന്താണ്? ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ദൂരദർശിനിയാണ് എവിടെയുള്ളത്? ലഡാക്കിലെ ഹാൻലയിൽ ആണ് ആ ദൂരദർശിനി ഉള്ളത്. ഏഷ്യയിലെ ഏറ്റവും വലുതും ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയതും ആയ ദൂരദർശിനി എവിടെയാണ്? ലഡാക്കിലെ ഹാൻലയിൽ. ഇതിൻ്റെ ഉയരം എന്ന് പറയുന്നത് 4300 മീറ്റർ ഉയരമാണ് അതിന് ഉള്ളത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. പ്ലൂട്ടോയുടെ ഉപഗ്രഹമാണ് ഷാരോൺ. അവിടെ കാർബൺ ഡൈ ഓക്സൈഡും ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ സാന്നിധ്യം കണ്ടെത്തി. 2 ബെർണാഡ് സ്റ്റാറിനെ ചുറ്റുന്ന ഒരു കുഞ്ഞൻ ഗ്രഹം, ബെർണാഡ് ബി എന്ന് പേരിട്ടു. അതിന് ബെർണാഡ് ബി എന്ന് പേരിട്ടു.
പിന്നെ ദൂരദർശിനിയെ പറ്റിയാണ് പറയുന്നത്. ഏഷ്യയിലെ വലുതും ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ദൂരദർശിനി സ്ഥിതി ചെയ്യുന്നത് ലഡാക്കിലെ ഹാൻലെയിലാണ്. 4300 മീറ്റർ ആണ് അതിൻ്റെ ഉയരമെന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൽ പെടാത്ത, സ്പേസിൽ പെടാത്ത വേറൊരു കാര്യം പഠിക്കാം. ഡാന ചുഴലിക്കാറ്റ്. ഡാന ചുഴലിക്കാറ്റ് വീശിയ സ്ഥലങ്ങൾ ഏതാണെന്ന് ചോദിക്കും. ഏതൊക്കെയാണ്? ഒഡീഷയും പശ്ചിമ ബംഗാളും. ഒഡീഷയും പശ്ചിമ ബംഗാളിലുമാണ് ഡാന ചുഴലിക്കാറ്റ് വീശിയത്. ഓർക്കുക, ഡാന ചുഴലിക്കാറ്റ് വീശിയ 2 സ്ഥലങ്ങളാണ് ഒഡീഷയിലും പശ്ചിമ ബംഗാളിലും. ഒഡീഷയിലും പശ്ചിമ ബംഗാളിലുമാണ് ഡാന ചുഴലിക്കാറ്റ് വീശിയതെന്ന് ഓർക്കുക. ഇനി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂസാണ് അടുത്തത് പറയാൻ പോകുന്നത്. നമുക്കറിയാം ഇപ്പോൾ ഈ അടുത്ത് 5 ഭാഷകൾക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചിരുന്നു. അതാണ് മറാഠി, പാലി, പ്രാകൃത്, ബംഗാളി, അസമീസ്. മറാഠി, പാലി, പ്രാകൃത്, ബംഗാളി, അസമീസ്. ഈ 5 ഭാഷകൾക്കാണ് ഇപ്പോൾ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത്. ഇതിനു മുമ്പ് നമ്മുടെ തമിഴ്, മലയാളം, സംസ്കൃതം, തെലുങ്കു, കന്നഡ, ഒഡിയ ഈ 6 ഭാഷകൾക്കാണ് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചിരുന്നത്. അതിൻ്റെ കൂടെ ഇപ്പം 5 ഭാഷകളും കൂടി, മറാഠി, പാലി, പ്രാകൃത്, ബംഗാളി, അസമീസ്, ഈ 5 ഭാഷകൾക്കും കൂടി ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചു. അപ്പോൾ എത്രയായി? ആകെ ഇപ്പോൾ ശ്രേഷ്ഠ ഭാഷകളുടെ എണ്ണം 11 എത്രയാണ്? 11 ഇപ്പോൾ ആകെ എണ്ണം. പിന്നെ ഒരു ക്വസ്റ്റ്യൻ വരാവുന്നത്, ഏറ്റവും ആദ്യം ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ഭാഷ ഏതെന്ന് ചോദിച്ചാൽ തമിഴാണ് ആൻസർ. കണ്ടില്ലേ, തമിഴാണ് ആദ്യമായി ശ്രേഷ്ഠ ഭാഷയായിട്ട് അംഗീകരിക്കപ്പെട്ടത്. അപ്പോൾ ഓർക്കുക, ക്വസ്റ്റ്യൻ വരാവുന്നത് പുതിയ ഭാഷകൾ ആഡ് ചെയ്തതിനെ പറ്റി വരാം. ആകെ ഇപ്പോൾ എത്രയുണ്ടെന്ന് വരാം. ആദ്യമായിട്ട് ആഡ് ചെയ്ത ഭാഷ, ആദ്യമായിട്ട് അംഗീകരിച്ച ഭാഷ ഏതാണെന്ന് വരാം. അപ്പോൾ ഇപ്പോൾ ആഡ് ചെയ്തത് മറാഠി, പാലി, പ്രാകൃത്, ബംഗാളി, അസമീസ്, ഈ 5 ഭാഷകളാണ് ആഡ് ചെയ്തത്. അപ്പോൾ ടോട്ടല് 11 ഭാഷകൾ ശ്രേഷ്ഠ ഭാഷകളായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ യൂണിഫോം പോസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള കോഴ്സുകൾ ആരംഭിക്കുന്നുണ്ട്, ഉടനെ തന്നെ ആരംഭിക്കുന്നു. അപ്പോൾ സിവിൽ പോലീസ്, സിവിൽ എക്സൈസ്, വുമൺ ബറ്റാലിയൻ തുടങ്ങിയ എല്ലാ യൂണിഫോം പോസ്റ്റുകൾക്കും വേണ്ടിയിട്ടുള്ള കോഴ്സുകൾ ഉടനെ ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ എന്തായാലും ജോയിൻ ചെയ്യുക. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് ഫ്രീ വീഡിയോസ് യൂണിഫോം പോസ്റ്റിൻ്റെയും വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ഫോളോ ചെയ്യുക, കോഴ്സിൽ ജോയിൻ ചെയ്യുക. താങ്ക് യു.